കുറെ നാളുകളായി നീണ്ടു നിൽക്കുന്ന താരിഫ് യുദ്ധങ്ങൾക്കിടെ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നറിയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാര കരാറിലെ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്ത്യയുമായി ചർച്ചകൾ തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. തന്റെ പ്രിയ സുഹൃത്ത് നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങൾക്കും ധാരണയിലെത്താൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി. ട്രംപുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യൻ US പങ്കാളിത്തത്തിന്റെ പരിധിയില്ലാത്ത സാധ്യതകൾ തുറക്കുന്നതിന് വ്യാപാര ചർച്ചകൾ വഴിയൊരുക്കുമെന്ന് ഉറപ്പുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. അതേസമയം റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ 100% വരെ താരിഫ് ഉയർത്തണമെന്ന് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടു. അലാസ്ക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുടിനെ തുടർ ചർച്ചകൾക്കോ വെടിനിർത്തൽ കരാറിലേക്കോ എത്തിക്കാനുള്ള തന്റെ ശ്രമങ്ങൾ ഫലവത്താകുന്നില്ലെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരോട് ട്രംപ് പറഞ്ഞിരുന്നു. യുദ്ധത്തിന് റഷ്യയ്ക്കുള്ള സാമ്പത്തിക ചെലവ് വർദ്ധിപ്പിക്കുന്നത് ചർച്ച ചെയ്യുന്നതിനായി വാഷിംഗ്ടണിൽ മുതിർന്ന US ഉദ്യോഗസ്ഥരും യൂറോപ്യൻ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള യോഗത്തിലാണ് ട്രംപ് 100% തീരുവ ചുമത്തണമെന്ന ആവശ്യം ഉന്നയിച്ചത്. യൂറോപ്യൻ യൂണിയൻ കൂടെ സമ്മതിച്ചാൽ മാത്രമേ ഈ തീരുവ ഏർപ്പെടുത്തുന്നത് ആലോചിക്കുകയുള്ളൂ എന്ന് US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്ങനെയും റഷ്യയെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള തന്റെ ശ്രമങ്ങളുമായി സഹകരിപ്പിക്കുകയെന്ന നിലപാടിലാണ് US പ്രസിഡന്റ്. ഓഗസ്റ്റ് 7-ാം തീയതി മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ നിലവിലുണ്ട്. കൂടാതെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിലും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നതിന് പിഴയായി പ്രഖ്യാപിച്ച 25% തീരുവ ഓഗസ്റ്റ് 27 മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു.